ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. വീണ്ടും ഞാനൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് എനിക്ക് കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ആക്കാനുണ്ട്. കുറേ റെസിപ്പീസും അങ്ങനെ എല്ലാം കൂടി വരുന്നൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ അറിയിക്കാം. ഇതിപ്പം നമ്മൾ പോകുന്നത് ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. കാര്യം നാളെ നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം സ്പെഷ്യൽ ഡേ എന്താ എങ്ങനെയാണെന്നെല്ലാം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ കുറേ ഐറ്റംസ് ഒന്നും വേണ്ട, ആകെ കുറച്ച് ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ നിന്നെല്ലാം വന്നതിന് ശേഷം നമ്മളങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഉസ്ബെക്കിസ്ഥാനിലെ പ്രൈസിനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ്. ഇതിപ്പം കണ്ട 29,990 എന്നെല്ലാം പറയുന്നത്. കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ സോമ് എന്നാണ് കേട്ടോ പൈസ. നമ്മൾ പറയാൻ നമ്മൾ ഇന്ത്യയിൽ റുപ്പി അല്ലെങ്കിൽ അമേരിക്കയിൽ യൂറോ ഡോളർ എന്നെല്ലാം പറയുന്നത് പോലെ ഇവിടെ സോം എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ഇവിടെ സോം എന്ന് പറഞ്ഞാൽ 10,000 സോം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് 70 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ. എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ വലിയ എമൗണ്ടെല്ലാം കാണുമ്പം സത്യം പറഞ്ഞ ഒരു ബേജാറാണ് കേട്ടോ. കാര്യം നമ്മൾ നാട്ടിലെല്ലാം ചെറിയ ചെറിയ എമൗണ്ട് കണ്ട് അങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ടെല്ലാം കാണുമ്പം എന്തോ ഞാൻ ഒന്നും അങ്ങനെ വാങ്ങലൊന്നും ഇല്ലേനു. പിന്നെ മനസ്സിലായിരിക്കും നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത്ര വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഒരു ബേജാറാണ്. ഇവിടെ ഇക്കാൻ്റെ കയ്യിലെല്ലാം ഉണ്ടല്ലോ 1,00,000 നോട്ടെല്ലാം ഉണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കാണാൻ നല്ല രസമാണ്. 1,00,000 ഒരു നോട്ടായിട്ട് ഉണ്ടാവും കേട്ടോ. 1,00,000 എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഒരു 700 രൂപയാണ് മെയിനായിട്ട് വരാൻ. 700 ഉണ്ടാവില്ല, അതിലും കുറച്ച് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതേപോലെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോകുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇവിടെ സോമ് നമ്മൾ കൊടുക്കുക. നമ്മൾ റൂമിൻ്റെ റെൻ്റെല്ലാം ശരിക്കും നമ്മൾ ഡോളറായിട്ടാണ് കൊടുക്കാൻ ഓണറിന്. ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് ഡ്രസ്സായാലും എന്താണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ സോം അങ്ങനെ യൂസ് ആക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നോർമലി നമ്മൾ ഗൾഫ് കൺട്രീസിനെല്ലാം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ അത്ര വലിയ എക്സ്പെൻസീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലെല്ലാം പോലെ തന്നെയാണ് ഇവിടെയും ഏകദേശം ഓരോ സാധനത്തിൻ്റെയും റേറ്റെല്ലാം വരുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, നാട്ടിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും ഗൾഫ് കൺട്രീസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം കുറവ് തന്നെയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നത് റൂം റെൻ്റാണ്. റൂം റെൻ്റെല്ലാം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം ഇൻഷാ അല്ലാ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗെല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങല പെട്ടെന്ന് തന്നെ കഴിഞ്ഞിന്. ഇക്കാക്ക് പിറ്റേ ദിവസം ഓഫീസുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം ലേറ്റ് ആയിട്ടില്ല, വെറുതെ തിരിഞ്ഞ് കളിച്ചിട്ടൊന്നുമില്ല. നോർമലി ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കറങ്ങും, ഓരോ ഐറ്റംസ് എല്ലാം വെറുതെ നോക്കി നോക്കി കുറേ ടൈമെല്ലാം അങ്ങനെ സ്പെൻഡ് ചെയ്യും. ഇന്ന് പിന്നെ വേഗം തന്നെ നമ്മൾ ടാക്സിയെല്ലാം ബുക്ക് ചെയ്ത് നേരെ പോക്കാം. അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്ന് നമ്മൾ ഓൾറെഡി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയത്. ഇനിയിപ്പം വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്തു വെക്കലും ഒരുക്കി വെക്കലും സെറ്റാക്കലും അതെല്ലാം ഒരു പണി തന്നെയാണ്. ഗ്രോസറി ഷോപ്പിങ്ങിനേക്കാളും പണിയാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ടാന്ന് അതെല്ലാം പ്രോപ്പറായിട്ട് എടുത്തു വെക്കുക എന്നുള്ളത്. അങ്ങനെ പിന്നെ വേഗം വേഗം എല്ലാം ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്തത്. ഇന്നലെ മൊത്തത്തിൽ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം കിടന്നുറങ്ങി. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ചിന്. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ ചായക്ക് മിസ്ലി ആക്കുന്നുണ്ട്. നോർമലി ഇവിടെ ഓട്സ് ഒന്നും കുട്ടികൾക്ക് വലിയ ഇഷ്ടമില്ല.
അപ്പോൾ അതുകൊണ്ട് മിസ്ലിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാനിപ്പം എക്സ്ട്രാ ഷുഗറൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. ഇതിൽ ഓൾറെഡി ചെറിയൊരു മധുരം ഉണ്ടാവും, പിന്നെ നല്ല ഫ്ലേവറുമാണ്. മധുരം കുറഞ്ഞാലും നമുക്കിങ്ങനെ കുടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ റേസിൻസ് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല രസമാണ്, ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ കിട്ടും ഇടയ്ക്കിടയ്ക്ക്. അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കിക്കോ, എന്തായാലും ഇഷ്ടമായിക്കോളും. പിന്നെ നേരെ ഞാൻ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി. ഞാൻ രാവിലെ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാന്ന് വിചാരിച്ചു. കാര്യം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ തിരക്കായിരിക്കും. എനിക്ക് ഇന്ന് ഫുള്ളായിട്ടും ഒരു ബിസി ഡേ ആണ്. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പിന്നെ ഇത് നോക്കണ്ടല്ലോ അതിനിടയിൽ. ഇന്ന് ഞാൻ മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിന്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒന്ന് ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യാൻ. അങ്ങനെ മൊത്തത്തിൽ കബോർഡെല്ലാം ഒന്ന് തുടക്കാം, പിന്നെ കബോർഡെല്ലാം ജസ്റ്റ് ഒന്ന് ഒരുക്കി വെക്കുക, സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാം. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും വെച്ചെടുത്തുണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ പരതി എടുക്കണം. അപ്പോൾ അതെല്ലാം ആഴ്ചക്ക് തന്നെ ഒരുക്കി വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മൊത്തത്തിൽ ചെറുതായിട്ട് ഒരു ഡീപ്പ് ക്ലീൻ പോലെ ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിന്. ഫുള്ളായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് വാക്യൂമെല്ലാം ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കിയിടാന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് ഇങ്ങനെ കിച്ചണെല്ലാം ഓൾറെഡി ക്ലീൻ ആയ കിച്ചണിലേക്ക് കയറിയിട്ട് പണിയെടുക്കാനാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ. എല്ലാം ഇങ്ങനെ അങ്ങും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു മടിയായിരിക്കും കേട്ടോ, ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്താൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും, നല്ലൊരു രസമാണ് അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു ഉള്ളി കിട്ടിയിട്ടാണ്. ഉള്ളി മാത്രമല്ല, കട്ടിലിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു ഉരുളക്കിഴങ്ങ് കിട്ടി. ഇതെല്ലാം എൻ്റെ മോളെ പരിപാടിയാണ്. ഓൾക്ക് എത്ര ടോയ്സ് ഉണ്ടെങ്കിലും ഓൾക്ക് അതൊന്നും വേണ്ട. ഓൾക്ക് എൻ്റെ കിച്ചണിലുള്ള പാത്രങ്ങൾ, ഇതേപോലെ കുക്ക് ചെയ്യുന്ന ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് വേണ്ടത്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈം ആയിന്. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്ന് ഇന്ന് വെള്ളക്കടല വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെള്ളക്കടല കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിന്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ ഇതെല്ലാം ഇട്ടിട്ട് ഇത് നല്ലോണം വാട്ടിയെടുക്കാൻ. ഇതെനിക്ക് ഇക്കാൻ്റെ ഉമ്മ പറഞ്ഞ റെസിപ്പിയാണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. ഇനി ഇത് അരച്ചെടുക്കലാണ് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച മസാല നമ്മൾ വേവിച്ച കടലയിൽ നിന്ന് കുറച്ച് വെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലയും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇങ്ങനെ കടല കൂട്ടി അരക്കുന്നതാണെങ്കിൽ കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും, ഒരു ക്രീമി ടെക്സ്ചറും ഉണ്ടാവും കേട്ടോ. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ മസാല റെഡിയാക്കി അതേ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം, പിന്നെ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇത് മസ്റ്റാണ് കേട്ടോ, കസൂരി മേത്തി. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, മസാലേൻ്റെ പേസ്റ്റ്, അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ കുക്കറിൽ ഓൾറെഡി വേവിച്ച വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ വേവിച്ച് വെച്ച വെള്ളവും കടലയും രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടാണ്. പിന്നെ നിങ്ങളടുത്ത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് സെർവ് ചെയ്താൽ മതി. പിന്നെ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് നല്ലത്. കാര്യം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് നല്ല കുറുകി വരും കേട്ടോ. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഒറോട്ടി എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ അരിപ്പൊടി അവൈലബിൾ അല്ല. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് കൊണ്ടാകുന്നതിന്, പക്ഷെ അതെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നിന്, പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റലില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടി ഇല്ലാണ്ടാണ്. ഇത് ശരിക്കും ഞാൻ ആലോചിച്ചരം ഉണ്ടാക്കാൻ പറ്റിയൊരു ദിവസം ഇന്നാന്ന് തോന്നി. കാര്യം വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഇക്കാക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം തിളക്കാൻ പാടില്ല, തിള വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചോറ്റരി ഉണ്ടല്ലോ, നമ്മൾ പുഴുങ്ങലരി എന്നെല്ലാം പറയും, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിമം ഒരു 5-6 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം. അരിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ ഇനി 5-6 മണിക്കൂറെല്ലാം കഴിഞ്ഞ് അത് മൊത്തത്തിലൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നോർമലി പൊടി കുഴച്ചുണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കും. പക്ഷേ ഇതിൽ അത്രയൊന്നും ഒഴിക്കാൻ പറ്റില്ല, കാര്യം നമുക്ക് പൊടിയില്ലല്ലോ ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ടാസ്ക് തന്നെയാണ്, കാരണം നമ്മൾ നോർമലി അരച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് വേണം കേട്ടോ മിക്സി അരച്ചെടുക്കാൻ. കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ട് ഒരു 3-4 ട്രിപ്പായിട്ടെല്ലാം അരച്ചെടുത്താൽ മതി. കുറേയൊന്നും ഒരുമിച്ച് ഇടാൻ നിൽക്കണ്ട, മിക്സിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മിക്സി വല്ലാണ്ട് ചൂടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്താം, എന്നിട്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, അതിനുശേഷം വീണ്ടും അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പൊടിയൊന്നും യൂസ് ആക്കാണ്ട് എന്തായാലും ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതിന് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഒരു ക്ലിങ് ഫിലിമോ എന്തെങ്കിലും വെച്ചിട്ട് നേരെ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വെക്കാം. ഞാനിപ്പം ഇവിടുത്തെ ഒരു ടെമ്പറേച്ചറിൽ 1 മണിക്കൂറാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്. ഫ്രീസറിൽ ഒരു 1 മണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ടൈറ്റായിട്ട് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ യൂസ് ആക്കിയിട്ട് ഇതേപോലെ ഒറോട്ടി ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആദ്യം പറഞ്ഞുതരാം, നമ്മൾ പൊടി കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടെക്സ്ചർ ആയിരിക്കില്ല ഇതിന്, കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കയ്യിൽ ഓയിൽ ആക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഉരുട്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ടേസ്റ്റും എല്ലാം ഏകദേശം സെയിം തന്നെയാണ്, ഭയങ്കരമായിട്ട് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മാവ് ഇങ്ങനെ പുറത്ത് വെക്കുന്ന സമയത്ത് ഇത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്, കാര്യം എന്തായാലും നമ്മൾ പുറത്ത് ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ലൂസാകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ. നമ്മളെപ്പോലെ ഇങ്ങനെ ഒറോട്ടിയെല്ലാം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ അരിപ്പൊടി അവൈലബിൾ അല്ല എന്നുള്ളവർക്ക് ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ, പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയതിന്. ഈ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേനു, നാട്ടിൽ പോയിട്ട് ഒറോട്ടിയെല്ലാം കഴിക്കണം പൂതിയാണെന്ന് വെറുതെ പറഞ്ഞതാ. എന്നൊരു ഉപ്പ പറഞ്ഞ് ഇങ്ങനെ ഒന്നാക്കി നമുക്ക് എന്തായാലും സക്സസ് ആവുന്നത്. മാഷാഅല്ലാ നല്ല അടിപൊളിയേനു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ആൾക്ക് നല്ലോണം ഇഷ്ടമായിന് കേട്ടോ. അവനോട് പറഞ്ഞത് അടിപൊളിയായിന്. ലൈഫിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിലെല്ലാം ഉണ്ടല്ലോ, ഈ വലിയ വലിയ ഗിഫ്റ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെ പാർട്ട്ണറിന് എന്താണോ വേണ്ടത്, അവർക്ക് എന്താണോ ഇഷ്ടം അത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്കും നമുക്കും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതും വലിയ കാര്യം തന്നെയാണ് കേട്ടോ. വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാപ്പിനെസ് എങ്കിലും പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരാൾ മാത്രമല്ല, 2 ആളും എഫേർട്ട് ഇടണം. 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഇന്ന് ഞാൻ രാത്രി ഒരു ഡിന്നറും കൂടി സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ നോക്കി വെച്ചിന്. അപ്പോൾ അതിലൊന്നാണ് സ്റ്റഫ്ഡ് നാൻ കേട്ടോ. നമ്മൾ നോർമൽ ബട്ടർ നാൻ, ഗാർലിക് നാനെല്ലാം ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കലുണ്ട്. സ്റ്റഫ്ഡ് നാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോ രാവിലെ തന്നെ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച്, എന്നാലല്ലേ പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്ത് വെച്ചിന്. ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി, രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ ഇത് കലക്കിയെടുക്കാൻ. ഇനി ഒരു 15 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഞാനൊരു 2 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്കോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഈസ്റ്റിൻ്റെ വെള്ളം ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ഒരു 3/4 കപ്പോളം ഉണ്ടേനു കേട്ടോ. ഞാൻ മൈദ എടുത്ത സെയിം അളവിൽ തന്നെ ഒന്ന് അളന്നെടുത്തിന്. അപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മൊത്തത്തിൽ ഈ ഈസ്റ്റിൻ്റെ വെള്ളം എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കാം. പിന്നെ ഞാനിതിൽ കുറച്ച് ബട്ടർ ഒന്ന് മെൽട്ടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഗാർലിക് ബട്ടർ സ്റ്റഫ്ഡ് നാൻ എന്നാണ് ഞാനിതിൻ്റെ പേരിട്ടിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് യോഗട്ടാണ്, തൈര് ഒരു 2.5 ടേബിൾ സ്പൂൺ ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് ശരിക്കും നമ്മൾ നോർമലായിട്ട് ഞാൻ ഉണ്ടാക്കുമല്ലേ, ആ സെയിം മെത്തേഡ് തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത സമയത്ത് എനിക്ക് കുറച്ചും കൂടി പൊടി വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിന്. ടോട്ടൽ
ഞാനിപ്പോൾ 3 കപ്പ് ഫ്ലോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പം എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കണ്ടാ നല്ല സോഫ്റ്റ് ആണ്. കറക്റ്റ് ക്വാണ്ടിറ്റി എല്ലാം പറയുകയാണെങ്കിൽ ഒരു 10 ഞാൻ എനിക്ക് ഈ ഡോ വെച്ചിട്ട് കിട്ടീന്. അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി. ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം, എന്നിട്ട് അതിലിട്ട് കൊടുക്കാം. മേലേലും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ടോ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ എന്നോട് മിസ്സായിപ്പോയി. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാനിപ്പം മൈക്രോവേവിലാണ് ജസ്റ്റ് വെച്ചിട്ടുള്ളത്. ഡിന്നറിൻ്റെ കൂടെ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാനൊരു സ്വീറ്റും കൂടി ആക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കൈൻഡ് ഓഫ് സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം സ്നാക്കായിട്ട് യൂസ് ചെയ്യും. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കെല്ലാം ചെയ്യും കേട്ടോ. നമ്മൾ കടലെല്ലാം ഒന്ന് വറുത്തിട്ട് കഴിക്കൂലേ, അതേപോലെ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ട് കണ്ടുപിടിച്ചിന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് റോസ്റ്റ് ആയി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുങ്കുമം ഇട്ട് കൊടുക്കാം. നമ്മളെ സാഫ്രോൺ ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ മാറ്റി വെക്കാം. ഇതിൽ നിന്ന് കളറെല്ലാം ജസ്റ്റ് ഒന്ന് ഇറങ്ങി സെറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിന്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 20 to 25 പിസ്തയും കൂടി ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് ഒന്ന് പൗഡറാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി ഉള്ളതായാലും പുളി ഇല്ലാത്തതായാലും എടുക്കാം. ആ വീഡിയോ എന്നോട് മിസ്സായി പോയിട്ടാ. പിന്നെ നിങ്ങളുടെ അടുത്ത് ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാല് കുങ്കുമട്ട ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ബ്ലെൻഡാക്കി എടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കണ്ടെയ്നർ എടുക്കാം, അതിൽ ഒഴിക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ വെറുതെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് മേലെ കുറച്ച് സാഫ്രോണും കുറച്ച് പിസ്തയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പുഡിങ് പോലെയൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ എന്താ പറയുക, സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അങ്ങനെയാണ് ആവാൻ. അങ്ങനെ ഡെസേർട്ടെല്ലാം ആക്കി വെച്ച് ഇനിയിപ്പം ബാക്കിയുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് ഞാനിത് നൂഡിൽസാണ് ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ അത് കാണിച്ചിട്ടില്ല. ഇത് ഷെസ്വാൻ നൂഡിൽസാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി എല്ലാം അപ്ലോഡ് ആക്കിയതിന്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇക്ക വന്ന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ച്. ഈ നൂഡിൽസ് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. സാധാരണ ഈ പാസ്ത നൂഡിൽസ് ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ല. പൊതുവേ നാടൻ ടേസ്റ്റാണ് ഇഷ്ടം. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. അപ്പോൾ എന്നോട് പറഞ്ഞിന് ഒന്നും കൂടി ആക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ ഉണ്ടാക്കാം. ഇന്ന് മൊത്തത്തിൽ ഇഷ്ടമുള്ള ഫുഡ് തന്നെ ആക്കി കൊടുക്കാം, ആളൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഞാൻ റൈസ് എന്തെങ്കിലും ആക്കാമെന്നല്ല വിചാരിച്ചത്. പിന്നെ നമുക്കൊന്നും റൈസ് സത്യം പറഞ്ഞാൽ മടുത്തു പോയിട്ടാണ്. എപ്പോഴും ഉണ്ടാക്കി മടുത്ത്. ഇപ്പം റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ആക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലഞ്ചെല്ലാം കഴിക്കലാം. പിന്നെ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ഞാനൊരു പുഡിങ് ഇന്നലെ ആക്കി വെച്ചിരുന്നു. ഇക്കാക്ക് ഇഷ്ടപ്പെട്ടൊരു പുഡിങ്ങാണ് ഇത്. ബട്ടർ പുഡിങ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു പുഡിങ്ങാണ്. നമ്മൾ കുറച്ച് പാലെടുക്കുക, കോൺഫ്ലോർ എടുക്കുക, പാൽപ്പൊടി, പിന്നെ ഒരു 50 ഗ്രാം ബട്ടറും പഞ്ചസാരയും ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മെൽറ്റ് ചെയ്ത് നല്ലോണം കുറുക്കിയെടുത്തൊരു കണ്ടെയ്നറിലാക്കി സെറ്റാക്കിയാൽ നല്ല അടിപൊളി പുഡിങ് കിട്ടും. ഇത് ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കിയതാണ്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് ഇക്ക പോയി. സത്യം പറഞ്ഞാൽ ആൾക്ക് രാത്രി ഞാനിങ്ങനെ ഡിന്നർ പോലെ സെറ്റാക്കുന്നുണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ലേനു. ഞാൻ ചോദിച്ചിനു വെറുതെ എന്നാ വേണ്ടതെന്നെല്ലാം ചോദിച്ചിന്. അപ്പോൾ എന്തായാലും സാരമില്ല, എന്ത് വേണമെങ്കിലും ആക്കിക്കോന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ തന്നെ എല്ലാം പ്ലാനാക്കി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ്റെ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ സൂപ്പ് മസ്റ്റാണ്. അതൊരു പാൻ വെച്ചിട്ട് നല്ല നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓയിലൊന്നും യൂസ് ആക്കണ്ട. നല്ല നെയ്യ് തന്നെ ഒരു 1.5 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പട്ടയും കുറച്ച് ഗ്രാമ്പും പിന്നെ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തോട്ടെ. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. നല്ല പൊടിയായിട്ട് തന്നെ കട്ടാക്കി എടുക്കണം കേട്ടോ. ഒരു പിടി ഉള്ളി മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് മൊത്തത്തിൽ നല്ലോണം ഈ നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം.
ഈ റെസിപ്പീസ് എല്ലാം ഞാൻ ഷെയർ ആക്കുന്നത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സൂപ്പെല്ലാം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇതിൻ്റെ പേര് ചിക്കൻ ഷോർബ എന്നാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ വരുന്ന സമയത്തും കൂടി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാര്യം സിമ്പിളാണ്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. വലിയ പണിയൊന്നുമില്ല. ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടേന് കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് വാടി വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് വെളുത്ത് വരണം. ഈ ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി ഒന്ന് വൈറ്റ് കളറായിട്ട് വരുമല്ലോ, അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. എന്നിട്ട് ഒരു പിടി മല്ലിയില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉള്ളി, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് ഡയറക്റ്റ് നമ്മളെ ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ നമുക്ക് എത്രയാണോ സൂപ്പിന് വെള്ളം വേണ്ട അത്ര വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒരു 20 മിനിറ്റെങ്കിലും കുക്കാക്കി എടുക്കണം കേട്ടോ. നല്ലോണം ചിക്കനെല്ലാം കുക്കായിട്ട് വരണം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് തിളക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എക്സ്ട്രാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. ഫുള്ളായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ചിക്കൻ പീസസ് മാത്രം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഷ്രെഡ് ചെയ്തതിന് ശേഷം ഈ സൂപ്പിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ സൂപ്പും റെഡിയായി. ഓരോ റെസിപ്പിയും ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇനിയിപ്പം ഞാൻ നേരെ നമ്മളെ വൈകുന്നേരമെല്ലാമായി. അപ്പോൾ ഡിന്നറിന് നമ്മൾ രാവിലെ കുഴച്ച് വെച്ച ആ ഒരു മാവ് ഒന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും അങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. കാര്യം ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വല്ലാണ്ടങ്ങ് പൊങ്ങി വന്നിട്ടില്ല. പക്ഷെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടീന്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ലോണം കുഴച്ചെടുക്കണം. ശരിക്കും കൗണ്ടർ ടോപ്പിലെല്ലാം ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു മസാല സ്റ്റഫ്ഡ് ഞാനല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പൊടിയായിട്ട് കട്ടാക്കിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. രണ്ടും നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റഫ്ഡ് ഞാനായതുകൊണ്ട് തന്നെ വലിയ സൈസിലായി കഴിഞ്ഞാൽ നല്ലോണം പണി കിട്ടും. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ എടുത്തിന് ഞാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പിന്നെ ഈ ചിക്കനിലേക്ക് ഫുള്ളായിട്ട് മസാല നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയും ഉപ്പ് ഇങ്ങനെ കൂടിയ പോലെ ഉണ്ടാവും. എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടാണ്. ഇനി ഞാനിവിടെ 2 ബൗൾ എടുത്ത് വെച്ചിന്. അതിൽ ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ ബൗളിൽ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബട്ടർ ഇട്ട ബൗളിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. അതിൽ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി വെച്ച് അതും ഒന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളെ ഡോ സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന പോലെ ഒന്ന് പരത്തുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുക. പിന്നെ 4 സൈഡിൽ നിന്നും ഉള്ളിലേക്കാക്കിയിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ മടക്കുന്നത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതിനുശേഷം വീണ്ടും കുറച്ച് മൈദ കൂട്ടിയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങനെ നൈസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരും. അതുപോലെ കുറേ ഫില്ലിംഗ് ഒന്നും കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് എല്ലാം വെച്ചാൽ മതി. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അതുപോലെ കാണുന്ന പോലെ വലിയ മെനക്കെടുള്ള പണിയല്ല, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഭയങ്കര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ മസാല എല്ലാം വെച്ച് പരത്തി അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അന്നേരം ഇത് ലൂസായി പോകുന്നുണ്ട്, വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുടുന്ന സമയത്ത് ഓരോന്നോരോന്ന് ഫ്രഷ് ആയിട്ട് തന്നെ ഇതേപോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ബട്ടർ മെൽട്ടാക്കിയ ആ ബൗളില്ലേ, അതിൽ ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോട്ടാ. മൊത്തത്തിൽ വരുമ്പോഴാണ് നല്ല ലുക്ക് ഉണ്ടാവും ഞാൻ കാണാൻ. ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് ചുട്ടെടുക്കാം.
പിന്നെ ആദ്യം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ടയാണ് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് 6 മിനിറ്റെങ്കിലും മിനിമം കുക്ക് ചെയ്തെടുക്കണം. കാര്യം ഉള്ളിലുള്ള ചിക്കനെല്ലാം ഒന്ന് കുക്കാണ്. അതിനുശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, വീണ്ടും മുട്ടൻ്റെ ആ ഒരു മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് 6 മിനിറ്റ് കുക്കാക്കി എടുക്കുക കേട്ടോ. ചിക്കനെല്ലാം നല്ലോണം കുക്കാണ്. ചിക്കനെല്ലാം കുക്കായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ നാൻ റെഡി ആവട്ടെ. ഇത് ശരിക്കും നമ്മൾ പാനിലല്ല ഉണ്ടാക്കാൻ, നമ്മൾ നോർമലി ഗ്രില്ലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാനിൽ ചുട്ടെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രില്ല് വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട്, ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ആദ്യം വെക്കുക. പിന്നെ ചിക്കനെല്ലാം കുക്കായി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ എടുത്താൽ മതി. പിന്നെ എനിക്ക് ഈ ഒരു നാൻ ഉണ്ടാക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചുട്ടെടുക്കുന്ന പരിപാടിയാണ്. കുറച്ച് ടൈം എടുക്കും ഇത് കുക്കാവാനും ഓരോ നാനും റെഡി ആവാനും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലൊരു ബുദ്ധിമുട്ടായിട്ട്. നമ്മൾ കുറേ എല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് മാത്രമല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നാൻ. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കാര്യം നല്ല ഫീലിംഗാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ ഡിന്നറിൻ്റെ എല്ലാ മീൽസും റെഡിയായി. അപ്പോൾ ഞാനിത് ഡ്രിങ്കായിട്ട് ഇന്ന് പെർസിമൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു മോക്ടെയിൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പൾപ്പെല്ലാം ആദ്യം റെഡിയാക്കി വെച്ചിന്. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി. പിന്നെ ഞാനിൻ്റെ കൂടെ സൈഡായിട്ട് ചെറിയൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയതിന്. പുതിന വെച്ചിട്ടൊരു മിൻ ചട്നി കേട്ടോ, നമ്മൾ നോർമലി അൽഫാമിൻ്റെ കൂടെ എല്ലാം കഴിക്കുമല്ലേ അങ്ങനെ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിന്. നമ്മൾ സൂപ്പുണ്ട്, പിന്നെ പുഡിംഗ് ഉണ്ട്, നാനുണ്ട്, പിന്നെ അതിൻ്റെ സൈഡായിട്ട് ചട്നി, നമ്മൾ ഡ്രിങ്ക് കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ഡിന്നറാണ്. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിന്. ഇക്കയും ഭയങ്കര ഹാപ്പി ആയിന്. രാവിലെ മുതലേ ഉള്ള കഷ്ടപ്പാടാണ്, പക്ഷെ എന്നാലും ആൾ വരുമ്പം ഇതേപോലെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നതെല്ലാം കാണുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനത്തെ സ്പെഷ്യൽ മൊമെൻറ്റ്സിലെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആക്കാം. അതെല്ലാം ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് കൊടുക്കൽ മാത്രമൊന്നുമല്ല ലൈഫിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സും ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് വരുമ്പം ചെറിയൊരു കേക്ക് ഉണ്ടാകുന്നതിന് അങ്ങനെ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കേക്കും മുറിച്ച് നമ്മളല്ല, എൻ്റെ മോനാണ് കേക്കെല്ലാം കട്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കേക്കെല്ലാം മുറിക്കാൻ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. എന്താ പറയുക, കുറേ അപ്സും ഡൗൺസും എല്ലാം ഉള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ലൈഫിൽ. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല ഹാപ്പി ആയിട്ടും നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ഇനിയും ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ബൈ ബൈ.